80 വയസ്സ് കഴിഞ്ഞ ഒരാളെ സ്വാഭാവികമായും നമ്മൾ വൃദ്ധൻ എന്ന് വിളിച്ചാൽ അതിനകത്തൊരു തെറ്റില്ല. ജീവിതത്തിൽ സകല അഭിവൃദ്ധികളും നേടിയ ഒരാളെയാണ് യഥാർത്ഥത്തിൽ വൃദ്ധൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥം വയ്ക്കുന്നത്. പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് വൃദ്ധനെ ആ പാർട്ടി ഒറ്റുകൊടുക്കുകയാണോ എന്ന വലിയ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഏറ്റവും വലിയ പുത്രി ദുഃഖം അനുഭവിക്കുകയാണ് പിണറായി വിജയൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അതിൻ്റെ പാരമ്യത്തിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ പോലും അഭയം നേടേണ്ട ഗതികേടിലേക്ക് പിണറായി വിജയന്റെ മകൾ എത്തിച്ചേരുന്നു. ഈ ദുരന്തപൂർണമായിട്ടുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പശ്ചാത്താപം പിണറായി വിജയനോടുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇല്ല എന്നുള്ളതായിരിക്കും ഉത്തരം. കാരണം കേരളത്തിലെ എത്രയോ രക്തസാക്ഷികൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ചെല്ലാം ഉണ്ട്. ആ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂർവ്വകാല സ്മൃതികളിലെല്ലാം പിണറായി വിജയൻ എന്നൊരു വില്ലന്റെ പേര് പലപ്പോഴും വന്നു ചേർന്നിട്ടുണ്ട്. 1969 തലശ്ശേരിയിൽ RSS പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ പിറകിൽ നിന്ന് ബസ്സിൽ കയറുന്ന സമയത്ത് വെട്ടുകയായിരുന്നു. ആ വെട്ടിയ കേസിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ എന്ന് പിൽക്കാല രേഖകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആ കേസിൽ നിന്ന് പിണറായി വിജയൻ പിന്നീട് വിടുതൽ വാങ്ങി. പക്ഷേ ആ കേസിലെ 3ാമത്തെ പ്രതിയായിരുന്നു എന്ന് കേരള ജനതയ്ക്കറിയാം. കണ്ണൂർ ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഒരു ജാഥ നയിച്ചപ്പോൾ ആ ജാഥയിൽ പങ്കെടുത്ത ആളെ വെട്ടിയ കേസിലും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നത് വാർത്തകളായിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് പെരിയ ഇരട്ട കൊലപാതകം നടക്കുന്നത്. ആ കൊലപാതകത്തിലെ കൃപേഷും ശരത്ലാലും ആ 2 മക്കൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇന്നും തീ തിന്ന് ജീവിക്കുന്ന രക്ഷിതാക്കളെയാണ് ആ 2 വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കേസിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ആസഫ് അലിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോൾ ആ CBI അന്വേഷണത്തെ അട്ടിമറിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് 2 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ ധീര രക്തസാക്ഷിയായി കോൺഗ്രസുകാരും UDFകാരും വിവക്ഷിക്കുന്ന ഷുഹൈബ്, ആ ഷുഹൈബിന്റെ കേസിലും ഇതേ നിലപാട് തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. 52 വെട്ടേറ്റ് പിടഞ്ഞു വീണു മരിച്ച TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ കാര്യത്തിലും പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന പിന്നീട് കേരളക്കരയാകെ ഏറ്റുപറഞ്ഞ ഒന്നാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള കൊലപാതക കേസുകളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെയും പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെയും പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും പിന്തുണയും പ്രലോഭനവും ഉണ്ടായിരുന്നുവെന്ന് കേരളത്തിൽ വ്യാപകമായി നിൽക്കുന്ന വാർത്തയാണ്. ആ വാർത്തകൾക്കിടയിലാണ് 80 വയസ്സ് കഴിഞ്ഞു നിൽക്കുന്ന പിണറായി വിജയന് വാർദ്ധക്യകാലത്ത് ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം കിട്ടേണ്ട അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ മകളെ ജയിലറകൾ കാത്തുനിൽക്കുന്നു എന്ന വാർത്ത തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുത്രി ദുഃഖം യഥാർത്ഥത്തിൽ പിണറായി വിജയനെ കൊണ്ടുചെന്നെത്തിക്കാൻ വേണ്ടി പോകുന്ന തുരുത്ത് എന്തായിരിക്കും എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അതേ പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ മകളെ പാർട്ടി കൈയൊഴിഞ്ഞു എന്നുള്ളതാണ്. വീണയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസിൽ ഒരർത്ഥത്തിലും പാർട്ടി ഒരു പിന്തുണയും നൽകേണ്ട എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് പാർട്ടിയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പിണറായിയുടെ മകളെ മാത്രമല്ല, സാക്ഷാൽ പിണറായി വിജയനെയാണ്.